ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസത്തെയും പതിവ് പോലെ തന്നെ നമ്മൾ ഇന്നും തുടങ്ങണ്ടേ നമ്മുടെ ഡെയിലി ഉള്ള രീതിയിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇത് പറയുന്നത് ഓണാശംസ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൂസ് ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല, രാജീവേട്ടൻ ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഓണാശംസകൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവരും കൂടി പറയുന്നുണ്ട്. പക്ഷെ ആളെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ ഓണം ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അപ്പോൾ പായസമൊക്കെ റെഡിയായോ? പായസമൊക്കെ ഉരുളിയിൽ റെഡിയാക്കി വെച്ചിട്ടില്ലേ? അല്ലെങ്കിൽ റെഡിയാക്കി കൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഊണ് കഴിക്കാൻ സമയമാകുമ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരെങ്കിലും നമ്മുടെ റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പല റെസിപ്പികളുടെയും വ്യൂ കാണുമ്പോൾ അറിയാമല്ലോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ട് ഊണൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുക. പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. പുറത്തേക്കൊക്കെ പോയിട്ട് നമ്മളിനി വെറുതെ അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കണ്ടല്ലോ. ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ കൂടാം. എല്ലാവരും ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക. പിന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൂക്കളത്തിൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓണസദ്യയിൽ ഉണ്ടാക്കിയ റെസിപ്പികളൊക്കെ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യില്ലേ. എന്ത് പായസമാണ് ഉണ്ടാക്കിയത് സ്പെഷ്യലായിട്ട്, അതുപോലെ തന്നെ എത്ര തരം പായസം ഉണ്ടാക്കിയായിരുന്നു, എത്ര തരം കറികൾ ഉണ്ടാക്കിയായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഓണക്കോടിയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം. ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.